ഞങ്ങൾ ഇന്ന് എവിടെ എത്തിയേക്കണത്? കൊടൈക്കനാൽ. വന്നതിൻ്റെ ക്ഷീണമാണ്, ഓടി വന്നതിൻ്റെ ക്ഷീണമാണ്. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്, 2 മണിക്ക് എത്തിയതാണ് കൊടൈക്കനാൽ. ഇപ്പം നമ്മൾ പില്ലർ റോക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. വൈകുന്നേരം 4:30-5 മണിക്കാകുമ്പോഴേക്കും ഇത് ക്ലോസ് ആവും. അപ്പോൾ ഇന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കണ്ട് കവർ ചെയ്യാൻ വേണ്ടിയാണ്. 2 ദിവസം നമ്മൾ എന്തായാലും കൊടൈക്കനാലുണ്ട്. അപ്പോൾ കൊടൈക്കനാൽ കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. നമ്മൾ ഒരു തവണ എനിക്ക് തോന്നുന്നു അമ്മുവിൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ എത്തിയതാണ് ഇവിടെ അല്ലേ, കൊടൈക്കനാൽ വന്നാണ്. അമ്മു ചെറുതായിരുന്നപ്പോൾ അന്ന്. പക്ഷെ നമ്മൾ ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ അന്ന് അങ്ങനെ യൂട്യൂബ് ചാനലൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല, സജീവമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഫോട്ടോസ് ഫേസ്ബുക്കിലോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടാവും, നമ്മളത് ഷെയർ ചെയ്യാം അന്നത്തെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ് കൊടൈക്കനാൽ. ഒരു ഏകദേശം 2 മണി 2:15 ആയപ്പോഴേക്കും എത്തി. ഹോം സ്റ്റേ കാണിച്ചു, അടിപൊളി ഹോം സ്റ്റേ ആണ്. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഏകദേശം 6 പേർക്ക് താമസിക്കാനുള്ള 6 റൂംസ് ഉണ്ട് ഇവിടെ. ഇപ്പം തന്നെ നമുക്ക് കോട വന്നിട്ട് ചെറുതായിട്ട് മഴ പൊടിയണ പോലെ കോട പെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങോട്ട് വരാൻ മാത്രമാണ് കുറച്ച് ടാസ്ക് ഉള്ളത്. ഇത്തിരി കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. റോഡ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ മുകളിലത്തെ വ്യൂ. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ എടുത്താൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ചെറിയൊരു ബാൽക്കണി സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇപ്പം കോട വന്നേക്കണോണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര കോടയാണ് ഇവിടെ. അതുകൊണ്ട് താഴത്ത് നിറച്ചും വീടും തേയിലത്തോട്ടവും അങ്ങനെ ചെറിയൊരു അടിപൊളി ആംബിയൻസാണ്. നമ്മുടെ ഈ റൂമിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണി ഡോറ് തുറക്കാൻ പറ്റും, നമുക്ക് വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതെ, ഒരാൾ തുറന്നു വരുന്നുണ്ട്. ഇതാണ് ബെഡ്റൂം. വിരിമാറ്റി അമ്മ എഡിറ്റിങ്ങിലാണോ? ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു TV, ഒരു സെറ്റപ്പ്. എന്നാലും കൊള്ളാം, അടിപൊളിയാണ്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, മുകളിൽ 2 ഉണ്ട്. അങ്ങനെയാണ്. ഇന്ന് കംപ്ലീറ്റ് ഞങ്ങൾ ഓണമായിട്ട് വന്നതാണ്. ഇന്ന് കംപ്ലീറ്റ് ഇവിടെ ഫില്ലാണ്, ആൾക്കാർ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈപ്രസ് പോലത്തെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചാണ് കേട്ടോ. വരുന്നുണ്ട്. ഒരാൾ എഡിറ്റിങ്ങിലാണ് ഇവിടെ. ഒരു ചെറിയ റൂമല്ലേ, പക്ഷെ എന്നാലും കൊള്ളാം. ബാത്റൂം, നമ്മൾ ഗുണാക്കിയതിലേക്ക് ഇറക്കിയത്. എന്താണ് നടക്കുമ്പോഴല്ല പ്രശ്നം,
ആ തണുപ്പും കൂടി വരുമ്പോഴേ നമുക്ക് ആ ബ്രീത്ത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റണില്ല. ഭയങ്കര സ്റ്റാമിന എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല സ്റ്റാമിനയുടെ അല്ലേ ചായ, ഈ ക്ലൈമറ്റ് നല്ല തണുപ്പാണല്ലോ. എന്നാൽ നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ടില്ല, മണ്ണാങ്കട്ടി ഇട്ടിട്ടില്ല, ഉള്ളിലോട്ടാണ് തണുപ്പ് കയറിയിട്ട്. അമ്മൊക്കെ പെട്ടിരിക്കുന്നു, അമ്മ പെട്ടിരിക്കുന്നു. അപ്പോ അവിടം എത്തുമ്പോഴേക്കും തീരുമാനമാവുന്ന തോന്നുന്നു. അപ്പോഴേക്കും പൂട്ടോ 4:30 വരെ സമയമുള്ള 4:15. അവിടുത്തെ വാട്ടർഫോളല്ലേ അത്? ആണോ എന്താ സംഭവം? അല്ല അത് കോടയാണ്. അയ്യോ കോട കൊണ്ടൊന്നും കാണണില്ലല്ലോ. കോടയുള്ള കംപ്ലീറ്റ്. കഴിഞ്ഞോണ്ട് വന്നപ്പോ ഇങ്ങനെ കോട കണ്ടില്ല. അതെ. എന്നെ അപ്പേ എന്നെ ഗുണാക്കി ഇവരിടാൻ തോന്നണെന്ന് നോക്ക്. എന്നെ വേണ്ടവരുണ്ട്, വേണ്ടാന്നേ ഉള്ളു. കൊരങ്ങന്മാരുണ്ട് ടീച്ചയ, കൊരങ്ങന്മാരുണ്ടാ സൂക്ഷിക്കണേ. അല്ല നിങ്ങള് ഫോണൊക്കെ എടുത്തിട്ട് എന്തായി? അപ്പുറത്ത് കൂടെ ചാടിപ്പോയത്. അടച്ചു കുഴിയൊക്കെ അടച്ചു നോക്കി. നോക്കണേ സുഭാഷേ, സുഭാഷേ, സുഭാഷേ പോയി. ഞാനല്ല നല്ല കാറ്റ് നടപ്പതുകൊണ്ടേ ഒരു രക്ഷയില്ല. പെട്ടെന്ന് ടയേർഡായി പോണു. നല്ല കോട. ആരെയൊന്നും കാണുന്നുമില്ല. അമ്മ താഴെ ഫോട്ടോ എടുത്ത് കൊടുക്കണ്ട ഒരാള്. അമ്മു എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുത്തോണ്ടിരിപ്പുണ്ട്. ആർക്കെങ്കിലും ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അമ്മ ഫോട്ടോ. 3 കുരങ്ങന്മാര് 4 പോയേ പോയി. ചേട്ടോ കുടിക്കണ് വെള്ളമൊക്കെ എടുത്ത് ഇതാണ് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചാലുള്ള പ്രശ്നം. അയ്യോ പേടി മേത്തേക്ക്. അത് നമ്മൾ പേടിപ്പിച്ചിട്ടാണ്. അത് വേണ്ടാട്ടാ, വാ പോവാ. അന്നാ ആരെങ്കിലും ഒരാൾ ഫുഡ് കൊടുത്തിട്ടുണ്ടാവും. അതാണ് മറ്റേ മങ്കി പിന്നെ കൊച്ചാകെ പേടിച്ചു പോയി. അപ്പൊ ഗുണാക്കിയാലെ പരിപാടി കഴിഞ്ഞു. എല്ലാരും പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരെല്ലാരും ഗാർഡും എല്ലാം പറഞ്ഞിട്ടുണ്ട്. വിസിലടിച്ച് ഇനി പറ്റൂല. അവിടെ നിക്കണ പിന്നെ അവരൊക്കെ ഓടിച്ചിട്ടുണ്ട്. വരാനായിട്ട് പോയിക്ക്. വേറെ രസമുണ്ട്. നമ്മൾ ഇപ്പൊ ഈ ദിവസം വന്നോണ്ട് വലിയ തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ വണ്ടി ഇടാനും പറ്റൂല,
ഇങ്ങോട്ട് അടുപ്പിക്കാൻ പോലും പറ്റൂല. തിരക്കില്ല, പക്ഷെ കറക്റ്റ് ആയിട്ട് വ്യൂ കിട്ടിയില്ല അവിടെ പോയി നിന്നപ്പോ. കോടയല്ലേ, കോടയായതുകൊണ്ട് അതിനല്ലേ കൊടൈക്കനാൽ എന്ന് പറയുന്നത്. അത് കൊള്ളാം, കോടയിലാണ്ട് വരും. അപ്പൊ കഴിഞ്ഞോണ്ട് വന്നപ്പോ നമുക്ക് വ്യൂ കിട്ടിയില്ലേ? കഴിഞ്ഞോണ്ട് ഇത്രയും കോട ഉണ്ടായില്ല. അതെ, അമ്മ പറഞ്ഞ കറക്റ്റാണ്. ഇത്തവണ ഭയങ്കര കോട, നടക്കാനും പറ്റുന്നില്ല. കോട കൊണ്ട് തണുപ്പടിച്ചിട്ട് അല്ലേ, തോന്നുന്നില്ലേ? ആ, ഭയങ്കര തണുപ്പുണ്ട്. ഇടക്കിടക്ക് മറ്റേ മഴത്തുള്ളിയും വരും. അതെ അതെ. ഇവിടുന്ന് നമ്മുടെ അതാ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടിയിട്ടാണ്. പക്ഷെ കുരങ്ങൻ ആ കൊച്ചിന് സീനാക്കിയല്ലേ. ഓ പാവം, ഒരു കൊച്ചിന്റെ മേത്തോട്ട് ചാടി കയറി. ആ, അതല്ലേ കുത്തി വീണ്. നമ്മളാണേലും അങ്ങനെയൊക്കെ തന്നെ പേടിക്കും. നടുപിടിച്ചു വീണത് അതന്നെ, ഒന്നും പറ്റിയില്ല. പക്ഷെ സേഫ് ആയിരുന്നു കുഞ്ഞി. ഇന്നറിയൂല, ചിലപ്പോ നാളത്തേക്ക് എന്തെങ്കിലും വിഷമം അറിയായിരിക്കും. എന്തായാലും ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയി. തണുത്ത് വിറച്ച് അതിലും പറ്റിയൊരു ഞങ്ങള് 3 പേര് ജാക്കറ്റ് എടുത്തിട്ടില്ല, ഒരു മണ്ണാങ്കട്ടം കയ്യിലില്ല. ഇത്രയും തണുപ്പുണ്ടാവും നമ്മ വിചാരിച്ചില്ല സത്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞ പട്ടിയെ പോലെ അണച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. നല്ല പണിയെടുത്തിട്ടുണ്ട് നടന്ന് നടക്കുക, കയറുക, ഇറങ്ങുക. തണുപ്പല്ലേ. ഇനി അടുത്ത സ്ഥലം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ക്ലോസ് ആയിട്ട് നാളെ 4-5 മണി എല്ലാം അടയ്ക്കും എന്നല്ലേ പറഞ്ഞു. അപ്പൊ നാളെ ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരെണ്ണം പോയി മുകളിലുണ്ട് ഇവിടെ. അത് സാധനമാണ്. മുകളിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. വേണ്ട അതെ മോട്ടമാടി ഇത് കുട്ടിയാണ്. അടിപൊളി. ഇപ്പം എല്ലാവരും കാട്ടുപോത്തിനെ കാണാൻ വേണ്ടി നിർത്തിയേക്കാണ്. എല്ലാം ചെയ്യാവോ? ബീട്രൂട്ട് ഫുള്ളായിട്ട്, കിഴങ്ങ്, ക്യാരറ്റ്, അതില്ല ഇത് അത് മതി. 1 കെട്ട് 50. നാളെ പഠിക്കാം ബാക്കി. ചീത്തായി പോവും. എടി വേറെ എടുക്ക്. അതല്ല ഇങ്ങനെ കിട്ടാക്കി തരൂ. ചെറിയ കാര്യത്തില്ലേ? എന്ത് സാധനം? പുളിയാ? ഓ, എങ്ങനെയുണ്ട്? മേടിച്ചോടി.
ഇത് ഒരു കെട്ട് 50. ഒരു കെട്ട് 50. ചെറുതാണല്ലേ, കക്കാണല്ലത്. ഓ അതെ, സീക്കളാണെന്ന് എടുത്താ പോരെ. ഉണ്ടാവും. ലയിക്കുന്നുണ്ടോ? ഒരു ചായ, ഒരു ചായ. ഇതെന്ത് സാധനമാണ് വെച്ചത്? മരത്തക്കാളി. പ്രഷറിനോ? ആ, സ്വീറ്റാണോ അത്? മധുരം വെക്ക, പുളിപ്പ്. ഓ, എവ്വളോ? 50. ആ, നോർമൽ ഷുഗർ. നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല. അവരവിടെ ഉപ്പിലിട്ട് സാധനമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു ചായ അടിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇപ്പോൾ തണുപ്പ് ഏകദേശം ഒരു 17 ഡിഗ്രി ആണ് ഇപ്പോൾ തണുപ്പുള്ളത്. അത്യാവശ്യം കാറ്റും കൂടി ഉള്ളതുകൊണ്ടേ ഒരു രക്ഷയില്ല. നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണല്ലോ നമ്മളവിടെ നിന്ന് വരുമ്പോൾ. രാത്രി എത്രയാണ് ഉണ്ടാവും തണുപ്പൊന്നും അറിയില്ല. സാധാരണ ജാക്കറ്റൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ ജാക്കറ്റ് കൊടുത്തിട്ടില്ല. തണുപ്പത്തല്ല ചൂട് ചായ. ഓ, ആ ഗ്ലാസ് വരെ ചൂടാണ്. നല്ല ചൂട് ചായ കൊണ്ടേ തണുപ്പത്തടിക്കുമ്പോൾ നല്ല സുഖം. ഇവിടെ എത്ര മണിവരെയുണ്ട് ഷോപ്പ്? റോസ് ഗാർഡൻ. റോസ് ഗാർഡൻ, മ്യൂസിയം. ഓ, റോസ് ഗാർഡൻ ക്ലോസ് എവിടെ ടൈം? 7 o'clock വരും റോസ് ഗാർഡൻ. ഫ്ലവേഴ്സ് ഇരിക്കാം. റോസ് ഗാർഡൻ 7 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞേ. ദേവരക്ക അഴയുള്ള ഇത് ചാണാങ്കൂരി കൊണ്ടുപോയിണ്ട, എന്തിനാണെന്നറിയത്തില്ല. ഈ പശുവിൻ്റെയും ഇതൊന്നും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ചാണകം തളിക്കുമല്ലോ, അങ്ങനെയുള്ളൊരു സംഭവമായിരിക്കണം. എന്തായാലും ആൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അമ്മൂക്ക് അവിടെ മേടിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. കോണൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ചൂട് നമുക്ക് ഈ തണുപ്പത്ത് ഇങ്ങനെ കോണൊക്കെ നമ്മളിങ്ങനെ ചൂടോടെ പുഴുങ്ങി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തണുപ്പ് ചൂടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10-20 സെക്കൻഡോടെ ചൂടിൻ്റെ പരിപാടി തീർന്നു. ആ തണുപ്പത്ത് അങ്ങോട്ട് ചൂടാറി. കുറച്ചുള്ളൂ ഇപ്പോൾ ചൂട്. സിഗരറ്റ് വലിച്ചൂലല്ല. സിഗരറ്റ് വലിച്ചൂലേ. കൊള്ളാം. അമ്പോ, എന്ത് സാധനം അടിക്കുന്നത്? ഞാൻ ചായ കുടിച്ചിട്ട് സിഗരറ്റ് വലിച്ചോലേ പോയി. ഓരോ വേണ്ട. ഇത് എരിവിട്ടില്ലേ? ആ, ലൈറ്റ് ആയിട്ടാ. എങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട് ഉപ്പിട്ടിലിട്ട്? ആ, മതിയായി. പിന്നെ ആ പൂതി കഴിഞ്ഞു. ചായ മാത്രം കുടിച്ചോളൂ. ഇത് വേറെ കോണ്ടല്ലോ ഇവിടെ.
തണുപ്പുണ്ടല്ലേ. നാളെ പരിപാടിക്കൊക്കെ പോകണ്ട, എനിക്ക് വേണ്ട. കഴിഞ്ഞ വെച്ചപ്പോ ഉണ്ടായില്ല. നോക്ക് ബീട്രൂട്ട് ഉണ്ടോ? അപ്പൊ ഈ അരി വേറിയിട്ടാണ്. സൈക്കിൾ ബ്രേക്കില്ല, ഒന്നുമില്ല. കൂടെ സൈക്കിൾ എടുത്തിട്ട് വണ്ടി പണി. ശരി ശരി, പോ പോ പോ. ആ